എന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിൽ എന്നെ പ്രേരിപ്പിച്ച ആൾക്കാണ് ലീഡറാണ്. ആദ്യം എന്നെ പഠിപ്പിച്ചത് ഒരു പഴഞ്ചൊല്ലിൽ വിശ്വസിക്കാനാണ്. തനിക്ക് താനും ഒരയ്ക്ക് പോകും. രാഷ്ട്രീയക്കാരനായിരുന്നു വലിയ മന്ത്രിയൊക്കെ ആയിട്ട് എന്നത് മന്ത്രി മരത്തിൽ കളത്തിയാൽ ആരുടെ ഡയറക്ടർ മോഹൻ തല്ലിക്കൊന്ന അങ്ങനെ മുഖത്ത് ഒരു നല്ല ആക്ഷൻ കിട്ടത്തില്ല. ആധ്യാത്മികതയ്ക്ക് വിശ്വാസമായിരിക്കുന്നു. പിന്നെന്താ അങ്ങ് കച്ചവടമാക്കി മാറ്റം നടത്താൻ ഏറ്റവും നല്ല ഫീച്ചർ ഫിലിം ഈ ഇന്ത്യ സമാന്തരങ്ങൾ. ഏറ്റവും നല്ല നടൻ ബാലേന്ദ്ര മേനോൻ. ഏറ്റവും നല്ല സംവിധായകൻ ഡയറക്ടർ ബാലേന്ദ്ര. കേരളത്തിൽ നിന്ന് തന്നെ വന്ന ഒരു ജൂറി മെമ്പർ അതിന് ഒബ്ജക്റ്റ് ചെയ്യും. ആശാൻ, ശുക്രൻ, ബുബ പടം കാണാൻ വരുന്നതിന് ബാബ നാട്ടിയാൽ എങ്ങനെ പടം കൂടും? പുതുമകളെ സ്വീകരിക്കുന്നവർക്ക് പുതിയത് തന്നെ വേണം. അതിന് സ്വയംവരയും വേണം. സ്വയംവര സിൽക്സ് പുതിയതാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ വെച്ച് നാസർ സാറിനെ ഒക്കെ വെച്ച് സിനിമ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും വെച്ച് ഒരു സിനിമ ചെയ്യണമെന്ന് തോന്നിയ ആരെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് എവരും പിടിച്ച് ഓക്കെ. എനിക്ക് നിങ്ങൾ ഓക്കെയാണ്, അയാളെങ്കിലും ഓക്കെയാണ്. എൻ്റെ സബ്ജക്റ്റ് തന്നേക്കണം മാത്രമേ ഉള്ളൂ. അത്രയും കോൺഫിഡൻസ് ആണ്. പിന്നെ ഉറപ്പായിട്ടും. എനിക്കിപ്പോൾ എന്താണ് പറയണ്ടേ, നമ്മളെല്ലാവരും ആക്ടേഴ്സ് അല്ലേ. അതെ, അങ്ങനെ ഒരു പ്രശ്നമേ എനിക്കില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഈ കണ്ടിട്ടുള്ള ആർട്ടിസ്റ്റ് പല പുതിയ ആൾക്കാരില്ല. ഞാൻ കംഫർട്ടബിൾ അവരുമായിട്ട്. പിന്നീട് ഒരുപാട് പേരുടെ ചിത്രങ്ങളിൽ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. മറ്റു സിനിമയായിട്ട് ഇപ്പം വിജയ് തമ്പിയൊക്കെ ചേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ്. മറ്റുള്ളവരുടെ പടത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണോ സ്വന്തം പടത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ കംഫർട്ട്? എനിക്കൊരു വ്യത്യാസം ഫീൽ ചെയ്യാനില്ല. ഞാനാണ് എൻ്റെ ജോലി ഞാൻ ചെയ്യുമ്പോൾ. മറ്റേത് ക്യാമറയ്ക്ക് പുറകിൽ മുന്നിലും നിൽക്കണം ഒരേപോലെ. അതെ, ഇത് ജഡ്ജ് ചെയ്യണം, ഇത് എവിടെയാണ് ഇത് പോയി നിൽക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ധാരണ ഉണ്ടാവണം. ശീലമായല്ലോ. അതിപ്പോൾ നമുക്ക് ശീലമായി, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചിപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞാൽ എനിക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്, അതേ ഞാൻ പോകത്തുള്ളൂ. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും. കൂടിപ്പോയി കുറഞ്ഞു പോയി ഒന്നും ഭാവിക്കില്ല. അല്ല അത് എനിക്കറിയാൻ രീതി ഡിസിഷനാണ്. പക്ക. അതെ, മറ്റുള്ളവരുടെ അടുത്ത് വരുമ്പോൾ ഈ ഒരു ടെൻഷൻ പോലും ഇല്ല. ഇല്ല. എനിക്ക് ഓരോ ഡയറക്ടറെ കാണുമ്പോൾ അറിയാമല്ലോ അവരുടെ ടേസ്റ്റ്. അങ്ങനെ ഇപ്പോൾ ഒരു ഡയറക്ടർ മോഹൻ തല്ലിക്കൊന്ന അങ്ങനെ മുഖത്ത് ഒരു നല്ല ആക്ഷൻ കിട്ടത്തില്ല. നമ്മൾ ചത്ത് അഭിനയിച്ചാലും ഓക്കെ കട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് സംശയമാണ്. പുള്ളിക്ക് നോക്കും, കുഴപ്പമുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, കുഴപ്പമില്ല, ഓക്കെ. അപ്പം നമ്മുടെ മൂടങ്ങ് പോകും. അതാണ് അയാളെന്ന് അറിയാം. അപ്പം ഞാൻ മൈൻഡ് ചെയ്തില്ല. ആള് പാവമാണ്, നമുക്കതില്ല, കൊള്ളാം, അതില്ല, അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ വിജയ് തമ്പിയുടെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തു. വിജയ് തമ്പി അഭിനയ എൻ്റെ ഇഷ്ടമല്ല. അതെ, തമ്പി ഭീകരമായ ശബ്ദം. ഇപ്പൊ വേണ്ട ഹിന്ദു വിഷയത്തോ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അത് തീരുമാനമൊന്നും ഇല്ല. അവരുടെ റിസൾട്ട് വരുന്നതല്ലോ. നിൽക്കാമല്ലോ, അത് നിൽക്കാം. പിന്നെ എന്ത് ചെയ്യ, എന്തെല്ലാം കാണാം. സ്പിരിച്വൽ ആധ്യാത്മികത വിഷയമില്ല. ആധ്യാത്മികതയ്ക്ക് വിശ്വാസമായിരിക്കുന്നുണ്ട്. പിന്നെന്താ അങ്ങ് കച്ചവടമാക്കി മാറ്റം നടത്താൻ പ്രശ്നം. വിശ്വാസിയാണ് തീർച്ചയായിട്ടും. ദർ ഈസ് സംതിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ്. സി വിത്തൗട്ട് എ റീസൺ നത്തിങ് ഹാപ്പൻസ്. ഒരു കാരണമില്ലാതെ ഒന്നും സംഭവിക്കില്ല. ചുമ്മാ നോക്കി കുത്തിയിരിക്കുന്നു. എന്താണ് വല? ഇത്ര വല പാടില്ലല്ലോ. വല്ല കാര്യമുണ്ടോ? വലിഞ്ഞു കയറുന്നു, വീഴുന്നു, നടുവടിയുന്നു, ആശുപത്രി പോകുന്നു. കാരണം വല. കാരണമുണ്ടായി. കാരണമില്ലാതെ ഒന്നും സംഭവിക്കില്ല. ഒരുപാട് നല്ല ടൈറ്റിലുകൾ കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഗംഭീര ടൈറ്റിലുകളാണ് ഓരോന്ന്. ആരാൻ്റെ വല്ല കൊച്ചുമല്ല, മറ്റേ പൈങ്കള്ളി കഥ, ഏപ്രിൽ പാ. പക്ഷെ ഇന്നത്തെ പല സിനിമകളുടെയും ടൈറ്റിൽ കാണുമ്പം ചിരി തന്നു. ആശാൻ ഇപ്പം ഞാൻ കണ്ടു. ശുക്രൻ, ബുബ പടം കാണാൻ വരുന്നതിന് ബാബ നാട്ടിയാൽ എങ്ങനെ പടം കൂടും? പാ എന്ത് എനിക്കറിയാം എന്താണ് ഉദ്ദേശം. നിലവിൽ എല്ലാ ഇതിനെയും മാറ്റി മറിച്ചൊരു സിനിമയായിരുന്നു സമാന്തരങ്ങൾ. അതുവരെയുള്ളൊരു ബാലേന്ദ്ര മേനോൻ ചിത്രമല്ലത്. ഒരു നാഷണൽ അവാർഡ് അല്ലെങ്കിൽ ഒരു ദേശീയ പുരസ്കാരം എനിക്കും പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളൊരു തെളിവിന് വേണ്ടിയാണോ അങ്ങനെ സിനിമ ചെയ്യുന്നത്? അങ്ങനെയല്ല. അത് കാരണം എൻ്റെ അച്ഛൻ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററായിരുന്നു. ഞാൻ ജീവിച്ചത് റെയിൽവേക്കാരനായിട്ടാണ്. അതെന്നെ ഹോണ്ട് ചെയ്യാതിരിക്കും.
ഉറങ്ങുന്ന ക്വാർട്ടേഴ്സിനകത്ത് റെയിൽ കമ്പികളാണ് തുണിയിടുന്നത്. അത്രത്തോളം ബന്ധമുള്ളതാണ്. അപ്പോൾ അത് ഒരു ചിത്രമായിട്ട് സ്വാഭാവികമല്ലേ. പക്ഷേ അതുവരെയുള്ള ഒരു മേക്കിംഗ് രീതിയിലോ ഒന്നുമല്ല അതിനെ സമീപിച്ചത്. അതാണ് ഞാൻ ചോദിച്ചത്. അതൊരു അവാർഡിനെ ലക്ഷ്യമാക്കി തന്നെ ചെയ്തതാണോ? അവാർഡ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? ആ റെയിൽവേയും അതിന് ചുറ്റുമാണെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. അന്ന് 2 പേരാണത് അവാർഡ് പങ്കിട്ടത്, സുരേഷ് ഗോപിയും ബാലേന്ദ്ര മേനോനും, ഏറ്റവും മികച്ച നടൻ. പ്രസ് മീറ്റിൽ പറഞ്ഞ് കേട്ടില്ലേ? അതെ. ബെസ്റ്റ് ആക്ടറും ബെസ്റ്റ് ഡയറക്ടറും തരേണ്ട സ്ഥാനം മറ്റേ ഒരാൾ കാരണമാണ് മാറിപ്പോയത്. അങ്ങനെ ഒരു കളി നടന്നിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും അതിൻ്റെ ജൂറി മെമ്പറല്ലേ പറഞ്ഞിരുന്നത്. അവാർഡ് കിട്ടാതിരിക്കാൻ വേണ്ടി ചിലർ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു പത്രസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. എന്തായിരുന്നു അതിൻ്റെ വാസ്തവം എന്തായിരുന്നു? ഇല്ല, അത് നമ്മൾ പറഞ്ഞു പരത്തിയല്ലത്. ആ വർഷം, അതായത് സമാന്തരങ്ങൾക്ക് ദേശീയ പുരസ്കാരം കിട്ടുന്ന വർഷം ഉള്ള അവാർഡ് കമ്മിറ്റിയിൽ ഉള്ള ഒരു മെമ്പർ, ജൂറി മെമ്പർ, അദ്ദേഹം ഡിക്ലെയർ ചെയ്തതാണ്. കാരണം ആ വർഷം വിധി നിർണയം വന്നപ്പോൾ ഏറ്റവും നല്ല ഫീച്ചർ ഫിലിം ഇൻ ഇന്ത്യ സമാന്തരങ്ങൾ, ഏറ്റവും നല്ല നടൻ ബാലേന്ദ്ര മേനോൻ, ഉള്ളി ബാലേന്ദ്ര മേനോൻ, ഏറ്റവും നല്ല സംവിധായകൻ ഡയറക്ടർ ബാലേന്ദ്ര. ഇങ്ങനെ വന്ന് അത് ഓക്കെ ആക്കണം എന്ന ഒരു ഘട്ടം വന്നപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ വന്ന ഒരു ജൂറി മെമ്പർ അതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നു. അതിൽ ഇന്ന ചിത്രത്തിൽ ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ കൊടുക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ട് അത് അയക്കുന്നു. അയച്ചിട്ടാണ് ഈ രൂപത്തിലായി മാറിയത്. അല്ലെങ്കിൽ മറ്റവർ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഇതിഹാസമായിട്ട് നമ്മൾ വന്നേ. അങ്ങനെ ഒരു ഉപകാരം ഒരു മലയാളിയെ കൊണ്ടുണ്ടായി. പേര് പറഞ്ഞു നോക്കൂ. അല്ല, അതേ കേൾവിയായതുകൊണ്ട് പറയുന്നത് ശരിയല്ലല്ലോ. അത് ഹീസ് നോ മോർ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ സർക്കമം ചെയ്തിട്ടാണ് പുള്ളി പോയത്. അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് ഞാൻ പറയാം. അതുകൊണ്ട് നമ്മൾ തളരുകയോ ഒന്നുമില്ല. അയാളുടെ കർമ്മം അയാൾ ചെയ്തു. പലപ്പോഴും പണ്ട് കാലത്ത് ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നൊക്കെ ഉള്ളൊരു പലപ്പോഴും ഈ ഇലക്ഷൻ്റെ അടുപ്പിച്ച് വരാറുണ്ട്. ചേട്ടൻ്റെ പേരും കോൺഗ്രസ് ക്യാമ്പുകളൊക്കെ കേൾക്കാറുണ്ട്. എപ്പോഴെങ്കിലും ഇനി രാഷ്ട്രീയത്തിൽ ഒരു അങ്ങനെ ഒരു ഇത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിൽ എന്നെ പ്രേരിപ്പിച്ച ആൾക്കാണ് ലീഡറാണ്. അതെ, ഏറ്റവും കൂടുതൽ 30 വയസ്സുള്ളപ്പം വിളിച്ചത്. അന്ന് പോയിട്ടില്ല. ഇനിയോട്ട് പോകാനും ഇല്ല. അത് ഭാഗത്ത് വെച്ചാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ. നമ്മുടെ ആവശ്യമില്ല. കരുണാകരൻ്റെ ലീഡർ. എനിക്കകത്ത് സന്തോഷമുള്ളത് ഈ എന്നെ ക്ഷണിക്കുമ്പം വേണ്ടത് വീട്ടിൽ താമസിക്കുക. ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 കൊച്ചു കുട്ടികളുണ്ട്. ഇവരെല്ലാം പെറുക്കി എടുത്ത് ഞാൻ ഡൽഹി കൊണ്ടുപോകണം. കുത്തടി എൻ്റെ ജീവിതം. അപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചു. പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ പോയി കണ്ട് കാര്യം പറയാനായിട്ട് വീട്ടിൽ ചെന്നു. രാവിലെ 7 മണി. അപ്പം അവിടുന്ന് പുള്ളിയുടെ മണിശബ്ദം കേൾക്കാം. വൈഫ് ഒത്തിരിപ്പുണ്ട്. അയച്ചു എൻ്റെ കണ്ടോടനെ പോയി സന്തോഷമായി. ബാലേന്ദ്രൻ ഞാൻ എല്ലാം അറിയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ചർച്ചകളൊക്കെ. എന്ത് തീരുമാനിച്ചു? അമ്മ, അത് എനിക്കിപ്പം ഇവിടെ വിട്ട് പോകാൻ പറ്റില്ല, അത് പറയാനാണ് വന്നത്. അമ്മ രക്ഷപ്പെട്ടു. എന്താ അങ്ങനെ പറഞ്ഞു? ഇല്ല, ഇവിടെ എൻ്റെ മകൻ എല്ലാ സിനിമയും കണ്ട് നടക്കുകയായിരുന്നു. ഇപ്പം സിനിമയും കാണണ്ട, ഒന്ന് സേവാദളെന്നും പറഞ്ഞു. അങ്ങനെ ആ അമ്മയാണ് പറഞ്ഞത്. അന്നൊരു നല്ല തീരുമാനമായിരുന്നു അപ്പോൾ അതല്ലേ? പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരണ്ട എന്നുള്ളത്. ഒറ്റക്കാരനായിരുന്നെങ്കിൽ ഇന്ന് വലിയ മന്ത്രിയൊക്കെ ആയിട്ട് ഞാൻ എന്ത് മന്ത്രി മരത്തിൽ കിടത്തിയാൽ 6 അടി. അതെ, എന്തൊരു വൃത്തികെട്ട ജോലി അത്. തിരിച്ചുകൊണ്ടിരിക്കണ്ടേ? മറ്റൊക്കെ പറയാനല്ലേ വയ്യ, കാണാൻ വയ്യാന്ന്. പ്രത്യേക തുലി കെട്ടിയത്. ചേട്ടന് നിരന്തരം സിനിമകളൊക്കെ കാണുന്ന ആളാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിനിമകളും ഒക്കെ അപ്ഡേറ്റഡ് ആണ്. ഇന്നത്തെ തലമുറയിൽ ഭയങ്കര വിശ്വാസമുണ്ട്. വിശ്വാസക്കുറവൊന്നുമില്ല. അല്ല, ഓരോരുത്തർ ഓരോ രീതിയിൽ സിനിമ എടുക്കും. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സിനിമയാണ് ശരിയെന്ന് പറയാൻ പറ്റും. ഇത് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. അടുത്ത കണ്ട സിനിമയിൽ വളരെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? എനിക്ക് വളരെ അടുത്ത കാലത്ത് കണ്ട ഇഷ്ടപ്പെട്ട ഒരു സിനിമ നിങ്ങൾ പറഞ്ഞ ഫെമിനിച്ചി ഫാത്തിമ. നല്ല പടമാണ്, കള്ളത്തരമില്ല.
ആ കുട്ടിക്കായിരുന്നു ആ വർഷത്തെ ആയിക്കോട്ടെ, കള്ളത്തിന് ഞാൻ കണ്ട അതുപോലൊരു പടമുണ്ട്, വിശേഷം. നല്ല പടം ആണ്, വളരെ കള്ളത്തരയില്ല. അതെ, അങ്ങനെയുള്ള പടങ്ങൾ വരണം. ഭാഗ്യ നമ്പർ തലമുറയിൽ വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നിയ ഒരു ആക്ടർ. അത് നല്ല പോയിന്റാണ്. ഈ തലമുറയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ ക്യാമറ ഫ്രണ്ട്ലിയാണ്. പഴയ ആൾക്കാരെ മാതിരിയല്ല, എല്ലാവരും ആണും പെണ്ണും നാച്ചുറലായിട്ട് അഭിനയിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ പ്ലസ് അവർക്ക് പേടിയില്ല. അവർ തന്നെ ഡെയിലി മുഖം കാണുകയില്ലേ. പണ്ടതല്ലല്ലോ എന്നെ മുഖം കിട്ടിയിരിക്കും. അത് ഇപ്പം അതില്ല. ഇവനറിയാം, അവൻ്റെ മുറിക്കകത്ത് ക്യാമറ ഇരിക്കുകയല്ലേ. സോ ദേ ആർ ക്യാമറ ഫ്രണ്ട്ലിയാണ്. ആ ഒരു പ്ലസ് പോയിന്റ്. അവർക്കൊരു ഭയമില്ല, ഇല്ല, വളരെ നാച്ചുറൽ. അത് വളരെ വലിയ പ്ലസ് പോയിന്റ്. അത് സംശയിക്കേണ്ട. കൊച്ചു കുട്ടികൾ അതെ, അങ്ങനെ സെൽഫി എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു സിനിമ ചെയ്താൽ ഇപ്പോഴത്തെ തലമുറയിൽ ആരെ വെച്ച് ചെയ്യാനായിരിക്കും ഇഷ്ടം? അങ്ങനെയൊന്നും നേരത്തെ പറഞ്ഞ പോലെ ആരെയും വെച്ച് ചെയ്യും. പിന്നെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു താരപരിവേഷം നോക്കിയല്ലോ. അതെ, കാസ്റ്റിംഗ് ഷുഡ് ബി പക്ക, വെൽ കാസ്റ്റ്, ഹാഫ് ഡൺ. ഇനിയും സിനിമ സംവിധാനം ചെയ്യും. അതൊന്നും വാശിയൊന്നുമില്ല. ഐ ആം ബേസിക്കലി എ ഫിലിം മേക്കർ. എപ്പോൾ വേണമെങ്കിലും എനിക്ക് എടുക്കാതിരിക്കാം. എടുക്കും എന്നൊന്നുമില്ല. എനിക്ക് നിരാശപ്പെടേണ്ട കാര്യം 38 പടം ചെയ്തു. അതെ, അല്ലാതെ ചെയ്യാത്ത ആളല്ലല്ലോ. എന്തെങ്കിലും കഥകൾ എന്തെങ്കിലും ചർച്ചകളോ എല്ലാം നടക്കുന്നുണ്ടോ? കഥകൾ നേരിപ്പോൾ ഉണ്ടാകുന്നതല്ലേ. അങ്ങനെ എന്തെങ്കിലും കഥകൾ ഉണ്ടായോ? ഉണ്ടാകാൻ പാടില്ലായില്ലല്ലോ. അത് നമുക്ക് എപ്പോഴാണ് കഥ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റും. കഥയൊന്നും വലിയ ക്ഷാമമൊന്നും ഉള്ള കാര്യമല്ല. ചിലപ്പോൾ സംഭവിക്കാം. പിന്നെ ഡ്രോപ്പ് ഓഫ് ഹാറ്റ് എന്ന് പറയും. ഇത് തൊപ്പി വീഴാനുള്ള സമയം കിട്ടിയാൽ മതി, കഥയുണ്ടാകും. 50 വർഷം ഈ പറഞ്ഞ പോലെ 50 വർഷത്തെ സിനിമാ ജീവിതം തന്ന പാഠം എന്താണ്? നിങ്ങൾ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കാണ്, ഉറപ്പായിട്ട് ഒറ്റയ്ക്കാണ്. ഏതെങ്കിലും ഉണ്ടെന്ന് പറയാൻ കേട്ടില്ല. ഇവരിവിടെ യൂസ് ചെയ്താൽ ആരും കാണത്തില്ല. നമുക്കങ്ങനെ വിചാരിക്കാനേ പറ്റും ഉണ്ടെന്ന് ആ ചുറ്റും. ധൈര്യത്തിൽ വയ്ക്കണം. അത്രേ ഉള്ളൂ. ഈ സ്റ്റാർഡൊന്നും നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യില്ല. ഏയ്, അങ്ങനെ കരുതി ജീവിക്കുന്ന മണ്ടന്മാരുണ്ടെങ്കിൽ ജീവിച്ചോട്ടെ. ഒന്നും ചേട്ടൻ്റെ ജീവിതം അതാണ് പഠിപ്പിച്ചത്. ജീവിതം എന്നെ പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം എന്നെ പഠിപ്പിച്ചത് ഒരു പഴഞ്ചൊല്ലിൽ വിശ്വസിക്കാനാണ്. തനിക്ക് താനും ഒരയ്ക്ക് തൂണും. അതാണ് അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ എൻ്റെ വിശ്വാസ പ്രമാണം. അതെ, എല്ലാവരും ഉണ്ടെന്ന് തോന്നും, അതൊരു തോന്നലാണ്. ഇന്നലെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കൊടുത്തേ ഉള്ളൂ കേട്ടോ. എടുത്തത് ഇന്നലെ രാത്രി എടുത്തു മതി, ഇന്നലേക്ക് ഇപ്പോൾ തരാതെ കാശ് കൊടുത്തുപോയി. പക്ഷെ എന്നിട്ടും ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആളെ പോലും ചേട്ടൻ ചേർത്ത് തരുന്നുണ്ടല്ലോ. ഉണ്ട്. അതെന്തുകൊണ്ടാ? അത് എനിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക. പുള്ളി എന്നെ പ്രേരിപ്പിക്കുക. അതെ, അടുത്തൊരു പടം വേണം ചെയ്തിരിക്കരുത്, അത് സൂപ്പർ ഹിറ്റ് പടമാണ്, ഞാൻ അവിടെ ഇരിപ്പുണ്ട്, ആയിക്കോട്ടെ. അപ്പോൾ ഒറ്റയ്ക്കല്ല, നമ്മളെ പിന്തുണയ്ക്കാൻ എവിടെയൊക്കെ പ്രാർത്ഥിക്കുന്ന ചിലരൊക്കെ ഇല്ലേ? നല്ലതല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലെന്നാണ് വിശ്വസിക്കുന്നത്. അതെ, അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. അതാണ് ഇഷ്ടം. അത് കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. അതെ, ഒറ്റയ്ക്ക് നടന്ന ഒരാളെന്നിട്ട് തലക്കെട്ടിട്ടുണ്ടായി. വേണ്ട അതിന് ഒറ്റയ്ക്കാകണ്ട. അങ്ങനെ ദാറ്റ് ഇസ് ഒരുപാട് അനുഭവങ്ങളുണ്ടോ പറയാൻ കാരണം. ജീവിതം എങ്ങനെ പഠിപ്പിച്ചു? പിന്നെ അയ്യോ, ഞാൻ ജീവിതം എന്ത് പഠിപ്പിച്ചു എന്നുള്ളത് ആദ്യത്തേത് തനിക്ക് താനും പുരയ്ക്ക് തോന്നും. അത് വരുന്നതാണ് കേട്ടോ, കുറേ പ്രമാണം ഉണ്ടാകും. പക്ഷെ ഞങ്ങൾക്കിപ്പോഴും ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, പിന്നെ നടനാണ്, ക്യാമറാമാനാണ്, എഡിറ്ററാണ്, സംഗീത സംവിധായകനാണ്, നല്ലൊരു പാട്ടുകാരനാണ്. അവിടെ ഞങ്ങളെല്ലാവരും ഒപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ അൺസോഷ്യബിളൊന്നുമല്ല. ഞാൻ നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കില്ലെന്നേ പറഞ്ഞോളൂ. അതിനാണ് ഞാൻ വേണുനാളുടെ കാര്യമാണ് പറഞ്ഞത്. വേണു, ഞാൻ എന്തെല്ലാം കൊണ്ട് ചെയ്തു തന്നു എന്ന് ചോദിക്കാൻ എന്നെ കിട്ടത്തില്ല. പക്ഷെ കിട്ടുന്നതെല്ലാം ബോണസ് ആയിരിക്കട്ടെ. കൂടുതൽ നല്ല കാലം, ഒരുപാട് ഇനിയും നല്ല പോലെ ക്രിയേറ്റീവായിട്ട് നിൽക്കാൻ കഴിയട്ടെ. നമുക്കിനി കാണാം. അതെ, കാണാം വൈകാതെ. തീർച്ചയായിട്ടും. താങ്ക് യു. തീർച്ചയായിട്ടും. തൽക്കാലം അല്ലേ? തൽക്കാലത്തേക്ക് ഒരു വിട. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ.